അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അർസൽനാ റസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർബഅൻ മിൻ സുനനിൽ മുർസലീൻ അൽ ഹയാ വത്തഅത്തു വസ്സിവാഖു വന്നിക്കാഹ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ SKSSF ഗ്രാൻഡ് ഫിനാലെ ഗ്രൂപ്പിലുള്ള എൻ്റെ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംവിധാനത്തിലൂടെ പരസ്പരം കൂടാനും പരസ്പരം കാര്യങ്ങൾ അറിയുവാനും സൗഹൃദം പങ്കുവെക്കുവാനും എല്ലാം നമുക്ക് തൗഫീഖ് നൽകി. അൽഹംദുലില്ലാ. വർത്തമാന കാലഘട്ടത്തിൽ എല്ലാവിധ വൃത്തികേടുകൾക്കും പാത്രമായി കൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തെ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി മുൻപോട്ട് വന്ന ഈ ഗ്രൂപ്പിലെ ബന്ധപ്പെട്ട എൻ്റെ ചെറുപ്പക്കാരെ, സുഹൃത്തുക്കളെ ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് തക്കമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നു. ഏതാനും ദിവസങ്ങളായിട്ട് ഈ ഗ്രൂപ്പിൽ ഞാൻ കയറാറില്ലായിരുന്നു, SMS നോക്കാറില്ലായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ ചിലപ്പോൾ ചില വിഷയങ്ങളെ സംബന്ധിച്ച് സംശയങ്ങളൊക്കെ മെസ്സേജ് ചെയ്ത് അയച്ചിട്ടുണ്ടാകും. അതൊന്നും കാണുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിനൊന്നും റീപ്ലൈ തരാതിരുന്നത്. ഞാൻ ഗ്രൂപ്പിൽ കയറിയിട്ട് ദിവസങ്ങളായിരുന്നു. ആയതുകൊണ്ട് മനഃപൂർവ്വം റീപ്ലൈ തരാതിരിക്കുകയാണ് എന്ന് നിങ്ങൾ കരുതരുത് എന്ന് ഞാൻ സാന്ദർഭികമായിട്ട് അറിയിക്കുകയാണ്. എന്നിരുന്നാലും ഈ ഗ്രൂപ്പിൽ ഒരുപാട് ഉസ്താദുമാരുണ്ട്. എന്നേക്കാൾ കഴിവും പ്രാപ്തിയും അറിവുമുള്ള പണ്ഡിതന്മാർ ഈ ഗ്രൂപ്പിലുണ്ട് എന്ന് എനിക്കറിയുവാൻ കഴിഞ്ഞു. അവർ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നുണ്ട് എന്നറിയുവാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. ആ ഉസ്താദുമാരോടും ഞാൻ എൻ്റെ എല്ലാവിധ ആദരവും അറിയിക്കുന്നു. എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്നും ആ ഉസ്താദുമാരോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്തിനെ നന്നാക്കി തരുമാറാവട്ടെ. ഈ ഗ്രൂപ്പിലുള്ള നിങ്ങളെയും ആ പണ്ഡിതന്മാരെയും എല്ലാം നേരിൽ കാണാനും നിങ്ങളുമായിട്ട് സൗഹൃദം പങ്കുവെക്കാനും എനിക്ക് വല്ലാത്ത താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ കേരളത്തിൻ്റെ ഇസ്ലാമിക ആവിർഭാവ കാലഘട്ടത്തിലെ കഥ പറഞ്ഞുറങ്ങുന്ന ആ കാസർഗോഡിലെ മണ്ണിലേക്ക് കടന്നു വരാനും അവിടെ ഒരു ദഅവത്ത് നടത്താനും എനിക്ക് വല്ലാത്ത ഒരു ആഗ്രഹമുണ്ട്. അവിടെ ജോലി ചെയ്യുവാൻ എനിക്ക് വല്ലാത്ത ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യം ഈ ഗ്രൂപ്പിലുള്ളതായ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കളെ, അസീസ്, റൈഹാൻ, അവരോടൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ റമദാനോട് കൂടി അല്ലെങ്കിൽ റമദാനിന് ശേഷം അനുയോജ്യമായ വല്ല പോസ്റ്റും വരികയാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാക്കി തരുമാറാവട്ടെ. 2-3 ദിവസം മുമ്പ് റൈഹാൻ ഞാനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നസീഹത്ത് തരണമെന്ന് ആവശ്യപ്പെട്ടു. സത്യത്തിൽ ആരോടാണ് നസീഹത്ത് തരാൻ ആവശ്യപ്പെടുന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഒരിക്കലും ഞാൻ ഒരു ഉപദേശം നൽകാൻ അർഹനല്ല. നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയാണ് ഞാൻ ഇതുകൊണ്ടൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാലും ആ സുഹൃത്തിൻ്റെ ആ ആവശ്യത്തെ മാനിച്ചുകൊണ്ട് കുടുംബജീവിതം എന്നുള്ളത് ആ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ഏതാനും മിനിറ്റുകൾ സംസാരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ആ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് ഒരു ചെറിയ ചിന്ത മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഇട്ടുതരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അപകട മരണത്തിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഈ ഗ്രൂപ്പിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടെന്ന് അറിയുവാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാരീരികമായും മാനസികമായും നിങ്ങൾക്ക് ആരോഗ്യം നൽകുമാറാവട്ടെ. നിങ്ങളുടെ ജോലിയും കുടുംബത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യവും അഭിവൃദ്ധിയും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം എന്താണ്? കുടുംബം എന്ന് പറഞ്ഞാൽ അത് കൂടുമ്പോൾ ഇമ്പമുള്ളതാവണം. ഒരാണും ഒരു പെണ്ണും കൂടുന്ന സമയത്ത് അവർക്ക് രണ്ടുപേരും മാനസികമായിട്ട് അങ്ങേ അറ്റത്തെ ഒരു സന്തോഷമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലെത്തുമ്പോഴാണ് കുടുംബം ആകുന്നുള്ളൂ. എന്നാൽ വർത്തമാന കാലഘട്ടത്തിൽ ആളുകളുടെ ഇടയിൽ ഞങ്ങൾ വലിയ സ്നേഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്,
ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ളതായ കാട്ടിക്കൂട്ടലുകൾ അഭിനയിച്ച് കാണിക്കുകയും എന്നാൽ സ്വകാര്യമായ അവരുടെ മണിയറയിൽ സന്തോഷം പങ്കുവെക്കേണ്ടടുത്ത്, സ്നേഹവും ദുഃഖവും പങ്കുവെക്കേണ്ട അവരുടെ മണിയറയിൽ ബാധ്യതകൾ വീട്ടുന്നിടത്ത് വല്ലായ്മ കാണിക്കുകയും അസ്വസ്ഥ കാണിക്കുകയും വെറുപ്പ് കാണിക്കുകയും അതിൻ്റെ പേരിൽ പരസ്പരം കലമ്പൽ കൂടുകയും ചെയ്യുന്ന ദുഃഖകരമായിട്ടുള്ളതായ ഒരു സാഹചര്യമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തേക്കിറങ്ങുമ്പോൾ ആളുകൾക്കിടയിൽ അണിഞ്ഞൊരുങ്ങുകയും ആളുകൾക്കിടയിൽ പരസ്പരം കളിച്ചു ചിരിച്ചുകൊണ്ട് ഞങ്ങൾ വലിയ സ്നേഹത്തിലാണ് എന്ന് കാട്ടിക്കൂട്ടുകയും എന്നാൽ അവരവരുടെ സ്വകാര്യമായിട്ടുള്ളതായ കാര്യങ്ങൾ പങ്കുവെക്കുന്ന സ്ഥലത്ത് സന്തോഷവും മറ്റുള്ളതായ ബാധ്യതകളും വീട്ടിക്കൊടുക്കേണ്ട ആ സ്വകാര്യമായിട്ടുള്ളതായ ആ സ്ഥലങ്ങളിൽ അവരുടെ മണിയറയിൽ അവർ പരസ്പരം വല്ലായ്മ കാണിക്കുകയും അസ്വസ്ഥത കാണിക്കുകയും വെറുപ്പ് കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രതീക്ഷകളെ താലോലിച്ചുകൊണ്ടാണ് ചില ആളുകൾ ചില സ്ത്രീകളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. ആ പെൺകുട്ടിയെ കണ്ട മാത്രയിൽ അവൻ ആഗ്രഹിച്ചതെല്ലാം ഒരുപാട് മോഹങ്ങളായിരുന്നു, അവരിലുണ്ടായിരുന്ന ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു. പക്ഷേ ജീവിക്കാൻ തുടങ്ങി ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ, ഏതാനും മാസങ്ങൾ പിന്നിടുമ്പോൾ അസ്വസ്ഥതകളാണ് അവരെ പിടിപെടുന്നത്. ആ കുടുംബജീവിതം ശിഥിലമാകുന്നു, അവർ തമ്മിൽ പിരിയുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നു, നമുക്കിടയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങളെല്ലാം സമൂഹം ഇന്ന് ഏറെ അനുഭവിക്കാൻ കാരണം എന്ന് നാം വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഓരോ നിക്കാഹിന്റെ സദസ്സിലും ഖതീബുമാർ ഓതുന്നതായിട്ട് നാം എല്ലാവരും കേൾക്കുന്നതാണ്. മൻ തസവ്വജ ബിഇംറഅത്തിൻ ഫഖദ് അഹറസ സുലുസൈ ദീനി. ആരെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ദീനിൽ അവൻ പൂർത്തിയാക്കേണ്ട 2/3 ഭാഗം പൂർത്തിയാക്കി, ബാക്കിയുള്ള ഒരു ഭാഗത്തെ ഇനി അവൻ കാത്തു സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹിനെ കുറിച്ച് പറഞ്ഞത്. അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നുവെങ്കിൽ അവൻ ദീനിന് വീട്ടേണ്ട 2/3 ഭാഗം പൂർത്തിയാക്കി എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മോട് പറഞ്ഞത് അതാണ്. വിവാഹത്തിന് അത്രമാത്രം സ്ഥാനം പരിശുദ്ധമായ ദീൻ കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ വർത്തമാന കാലഘട്ടത്തിലെ വിവാഹവേളകൾ, ദീനിന്റെ കടപ്പാട് വീട്ടേണ്ട വിവാഹവേളകൾ, ദീനിന്റെ 2/3 ഭാഗം ബാധ്യതകളും വീട്ടപ്പെടേണ്ട വിവാഹവേളകൾ ഇസ്ലാമിന്റെ മുഴുവൻ സനാതന മൂല്യങ്ങളെയും നശിപ്പിക്കുന്ന മാമാങ്കങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതല്ലേ സത്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും ഏത് രൂപത്തിലാണോ നിക്കാഹിന്റെ വേളകൾ സംഘടിപ്പിച്ചത്, നിക്കാഹിന്റെ വേദികൾ സംഘടിപ്പിച്ചത്, നിക്കാഹിന്റെ സദ്യകൾ അവർ എങ്ങനെയാണോ സംഘടിപ്പിച്ചത് എങ്കിൽ ആ വഴിയാണ് നമ്മളും പിന്തുടരേണ്ടത്. അതല്ലാത്ത വഴി നാം പിന്തുടർന്നാൽ, അതല്ലാത്ത രൂപത്തിൽ നാം വലീമത്ത് കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ ആ നിക്കാഹിൽ ബറക്കത്തുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ കുടുംബജീവിതത്തിലും ഒരു സ്വസ്ഥതയുണ്ടാവില്ല എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനമായിട്ടുള്ളതായ ഒരു പോയിന്റ് അതാണ്. രണ്ട് വ്യക്തികൾ, അകന്ന് ജീവിച്ച 2 വ്യക്തികൾ കൂടെ അടുത്ത് ജീവിക്കുവാൻ വേണ്ടി പോകുകയാണ്. ആ അടുത്ത് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഇതുവരെ അവർ ഒന്നുമല്ലായിരുന്നു, അവർ പരസ്പരം അകന്നു നിൽക്കുന്നവരായിരുന്നു. ആ അകന്നു നിൽക്കുന്ന 2 വ്യക്തികളെ ഒന്നിപ്പിക്കുന്നതാണ് നിക്കാഹ്. ആ നിക്കാഹ് കഴിഞ്ഞാൽ അവർക്കിടയിൽ ഇനി ഒരു മറയില്ല. അതുവരെ അവർക്കിടയിലുണ്ടായിരുന്ന മറകളെല്ലാം ഇനി മുതൽ തുറക്കപ്പെടാൻ വേണ്ടി പോകുകയാണ്. ആ രൂപത്തിൽ 2 അകന്ന് നിൽക്കുന്ന വ്യക്തികളെ ഒന്നാക്കി മാറ്റുന്ന നിക്കാഹിന്റെ വേദി അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പൊരുത്തപ്പെട്ട രൂപത്തിലല്ലാതെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബജീവിതത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തവും ഇല്ലാതെ പോകുന്നു. ആയതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതത്തിൽ നിരന്തരം അസ്വസ്ഥതകളും നിരന്തരം പ്രശ്നങ്ങളും ഒരുപാട് പ്രയാസങ്ങളും അങ്ങനെ സഹിക്കവയ്യാതെ പരസ്പരം തല്ലിപ്പിരിയേണ്ട ഒരു സാഹചര്യം വരെ എത്തിപ്പോകുന്നു എന്നാണ് വസ്തുത. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായിട്ടുള്ളതായ
വിഷയങ്ങൾ കാര്യങ്ങൾ ഞാൻ വഴിയെ ഇൻഷാ അള്ളാ ഇതുപോലെ ഫ്രീ ആകുന്ന സമയത്ത് പറയാം. ഇപ്പം തന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പ്രയാസമുണ്ട്. കാരണം എനിക്ക് ഇതിൻ്റെ റെക്കോർഡ് സംവിധാനം അറിയില്ല. ഞാൻ മൊബൈൽ ഇപ്പോൾ നമ്മൾ വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഒരു കൈകൊണ്ട് സംഗതി ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അമർത്തി പിടിച്ചിട്ട് സംസാരിക്കുകയാണല്ലോ ചെയ്യൽ. അതേപോലെ ഞാനിങ്ങനെ അമർത്തി പിടിച്ചിട്ടാണ് ഞാനിങ്ങനെ ഈ പറയുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഒരു വല്ലാത്തൊരു കൈയൊക്കെ കടയാൻ തുടങ്ങിയിരിക്കുന്നത്, കൈയിൻ്റെ വിരലൊക്കെ കടയാൻ തുടങ്ങിയേക്കുന്നത്. വല്ലാത്തൊരു റിസ്ക് ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ. ഇൻഷാ അള്ളാ ഈ കുടുംബജീവിതം എന്നുള്ളതായ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ഭാവിയിൽ ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്താം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു